ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മുളക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് എരിവ് പകരാനും അതുപോലെ തന്നെ നമ്മുടെ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ടല്ലോ അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ ഗ്ലൗസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൗസ് മീൻസ് നല്ല കട്ടിയുള്ള ഗ്ലൗസ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ചെറിയ ടിപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്പൂൺ ഇതുപോലെ ഞാൻ ഈ തള്ളവിരലിൽ ജസ്റ്റ് ഒന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിത് ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ജസ്റ്റ് ഇതിലേക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് നമ്മൾ മുളകൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ മുളകൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരികയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കൈയൊന്നും മുറിയാതെ നമുക്ക് ഇവിടെ ഒരു ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അത് മുളക് മാത്രമല്ല, ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വെല്ലിലേക്ക് ഈ ഒരു എരിവ് പകരാതെ, അതുപോലെ തന്നെ നമ്മുടെ കൈക്കൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ടിപ്പ് പറയുന്നത് നമ്മുടെ കറുവാപ്പട്ട അതുപോലെ ഗ്രാമ്പൂ ഇത് രണ്ടും കൂടി കൂട്ടി പൊടിച്ചത്, ഈ ഒരു പൊടിച്ച ഒരു പൗഡറാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പിന്റെ അതുപോലെ തന്നെ പ്രാണികളൊക്കെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ടൈൽസിൽ അഥവാ നമ്മുടെ ഈ കിച്ചന്റെ കൗണ്ടർ ടോപ്പിന്റെ ഈ ഭാഗത്തൊക്കെ പലപ്പോഴും ആയിട്ട് ഉറുമ്പുകളൊക്കെ വരാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിന്റെ പ്രാണിന്റെ ഒക്കെ ശല്യം നമുക്ക് പോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടൈൽസിന്റെ ഈ ഒരു ജോയിന്റ് എന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെ ഉറുമ്പ് പാസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഗ്യാസിന്റെ ഈ അടിഭാഗങ്ങളിലേക്കൊക്കെ ആയി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്യാസിന്റെ അടിയിലേക്കായി ഇതുപോലെ കറുവാമ്പട്ട അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂന്റെ ഒക്കെ ആ ഒരു തരം പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിന്റെ പ്രാണിന്റെ ഒക്കെ ശല്യം ഗ്യാസിന്റെ അടിഭാഗത്ത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഡോറിന്റെ ഇതുപോലെയുള്ള ജോയിന്റുകളിലൊക്കെ വരാറുണ്ട്, അവിടെയും നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉറുമ്പിന്റെ ആ ഒരു ശല്യം, പ്രാണിന്റെ ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഡോറിന്റെ ഒക്കെ ഈ ഒരു തരം ജോയിന്റിൽ. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.